എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെ കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കിരൺ രാവിലെ ഉറക്കം എഴുന്നേറ്റ് വരുവാണ്. കിരൺ വന്ന ഉടനെ നേരെ കല്യാണിനെ വിളിക്കുവാണ്. കുറെ തവണ കല്യാണിയെ വിളിച്ചിട്ടും കല്യാണി ഇവിടെ ഒച്ചപ്പാടൊന്നും കേൾക്കുന്നില്ല. ഇവിടുത്തെ എവിടെ പോയി കിടക്കുക എന്നോർത്ത് നേരെ പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. അപ്പോഴാണ് കാദംബരി ചായയൊക്കെ ആയിട്ട് വരുന്നത്. ആഹാ, ഇതെന്താ കാദംബരി ചേച്ചി രാവിലെ ചായയായിട്ട്? രാവിലെ തന്നെ ചേച്ചി വന്നോന്ന് ചോദിക്കുക. അല്ല, കല്യാണി എന്തിയേ? പെട്ടെന്ന് കാദംബരി പറഞ്ഞു, നിനക്കിത് എന്ത് പറ്റി കിരണേ? കല്യാണി ഇവിടെ ഇല്ലല്ലോ, കല്യാണി ഡൽഹിയിലല്ലേന്ന് ചോദിക്കൂ. ഓ, ആ കാര്യം ഞാനങ്ങോട്ട് മറന്നുപോയി. ഇന്നലെ കല്യാണി പോയതിന്റെ അവൾക്ക് അംഗീകാരം കിട്ടിയതിന്റെ ഒരാഘോഷമായിരുന്നു ഞാനും ഹരിയേട്ടനും എല്ലാവരും കൂടെ. അങ്ങനെ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയിലാണ് താരാന്റിക്ക് അപകടം പറ്റി കിടക്കുന്നത് കണ്ടേ. പിന്നീട് താരയ്ക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം കാദംബരിയോട് പറയാണ്. ഈ സമയം കാദംബരി പറഞ്ഞു, എനിക്ക് തോന്നുന്നേ ഇത് വെറും ഒരു അപകടമല്ല, ആരോ കാര്യമായിട്ട് കൊല്ലാൻ തന്നെ ശ്രമിച്ചതെന്നാ തോന്നണേന്ന് പറയാ. പെട്ടെന്ന് കിരൺ പറഞ്ഞു, അതന്നെ ഞങ്ങൾക്കും തോന്നേ. അങ്ങനെ എന്തായാലും സംഭവിച്ചിട്ടുണ്ട്. അതിന് പിന്നിൽ ആ രാഹുല ശാരി ആരെങ്കിലും ആയിരിക്കും. സരയിലുള്ള ഓണക്കോടിയായിട്ട് താരാന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം കാണാതെ പോന്നേ. മിക്കവാറും അവരായിരിക്കും ചെയ്തതെന്ന് പറയാം. കാദംബരി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. മിക്കവാറും അവരായിരിക്കും ഇതിന് പിന്നിലെന്ന് പറയാണ്. പിന്നീട് പെട്ടെന്ന് ചോദിച്ചാൽ കല്യാണി വിളിക്കുകയോ മറ്റോ ചെയ്തതെന്ന് ചോദിക്കും. ഇല്ല, വിളിച്ചിട്ടില്ല. മിക്കവാറും ഇച്ചിരി കഴിയുമ്പോൾ വിളിക്കുള്ളായിരിക്കും. എഴുന്നേറ്റ് കാണത്തില്ല എന്ന് പറയണം. എന്നാൽ ശരി, ഞാനൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് കിരൺ അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാണ്. ഈ സമയം കല്യാണിയുടെ ഫോൺ ബെല്ലടിച്ചു. കല്യാണി നോക്കി കഴിയുമ്പോൾ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ നിന്നാണ്. അവർ പൂട്ടി കിടക്കുന്ന കൺസ്ട്രക്ഷൻ കമ്പനിയുടെ സ്റ്റാഫാണ് വിളിക്കുന്നത്. പിന്നീട് അവർ വിളിച്ച് ആ കമ്പനി കൊടുക്കാനുള്ള കാര്യത്തെക്കുറിച്ചെല്ലാം പറയുകയാണ്. അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കിരണിന്റെ ഫോൺ കോൾ അങ്ങോട്ട് ചെല്ലുന്നത്. പെട്ടെന്ന് പറഞ്ഞു, അതെ ഞാനിപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് കല്യാണി ആ കോൾ കട്ട് ചെയ്തിട്ട് കിരണിന്റെ ഫോൺ എടുക്കുകയാണ്. എന്തൊക്കെയുണ്ട് കിരണേട്ടാ അവിടെ വിശേഷങ്ങളെന്ന് ചോദിക്കുകയാണ്. പിന്നീട് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കിരൺ പറയുകയാണ്. താരനെ കുറിച്ച് പറയണമെന്ന് ആദ്യം ഒന്ന് ആലോചിച്ചു. താരാന്റിയെ കുറിച്ച് പറഞ്ഞാൽ അവൾക്ക് വിഷമോ, പക്ഷെ പറയാതിരുന്നിട്ട് കാര്യമില്ലോ. ഈ സമയം കല്യാണി പറഞ്ഞ്, അതെ വേറൊരു കാര്യമുണ്ട് കിരണേട്ടാ, നമ്മുടെ ആ പൂട്ടിക്കിടക്കുന്ന കൺസ്ട്രക്ഷൻ കമ്പനി ഇല്ലേ, ഒരു എസ്റ്റി കമ്പനി, ആ കമ്പനി നഷ്ടത്തിലാണല്ലോ. അപ്പൊ ആ കമ്പനി ലേലത്തിൽ വിൽക്കുമെന്ന് പറയുന്ന കേട്ടോ. ഒരു കാര്യം ചെയ്യാം, അത് പിടിക്കുകയാണെങ്കിൽ നല്ലതാ, നല്ല കമ്പനിയാ. നമുക്ക് അധികം ജോലികളൊന്നും അവിടെ ചെയ്യേണ്ട വരത്തില്ല. അതൊന്നുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാന്ന് പറയണം. ഇത് കേട്ടതും കിരൺ പറഞ്ഞു, ശരി അതൊക്കെ ഞാൻ സമ്മതിച്ചു, പക്ഷെ വേറൊരു കാര്യമുണ്ടെന്ന് പറയണം. എന്താ കാര്യം? അതെ, താരാന്റിക്കൊരു അപകടം പറ്റിയായിരുന്നു പറയണം. അപകടം എന്തു പറ്റി? പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. തങ്ങൾ വരുന്ന വഴി കിടന്നും ആരോ തലയ്ക്കടിച്ച് കൊല്ലാൻ ശ്രമിച്ചെന്ന കാര്യങ്ങളൊക്കെ എല്ലാം കേട്ടിന് കല്യാണിക്ക് ഭയങ്കര വിഷമമായി. നീ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, താരാന്റി ഹോസ്പിറ്റലാ, കുഴപ്പമൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞേ. താരാന്റിക്ക് ഇപ്പൊ തന്നെ ബോധം വീഴുമായിരിക്കും, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാൻ തുടങ്ങുമെന്ന് പറയാം. ശരിയെന്ന് പറഞ്ഞിട്ട് കല്യാണി ഫോൺ വെക്കുവാണ്. കല്യാണി ഫോൺ വെച്ചാലും കിരണിന്റെ മനസ്സ് വല്ലാത്തൊരു ടെൻഷനാ. താരാന്റിക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കാം, ചില ക്രിട്ടിക്കലാന്ന് ഡോക്ടർ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് ചെല്ലുവാണ് ഹോസ്പിറ്റലിലേക്ക്. ആ സമയം ചന്ദ്രസേനൻ ഉണ്ടായിരുന്നു. കിരണിനെ കണ്ടത് ഓടി വന്നു. ചന്ദ്രസേനൻ വന്നിട്ട് പറഞ്ഞു, എന്നാലും ഇത്രയും വലിയൊരു കാര്യം നമ്മൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷയില്ല. പാവം എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്, മോൾക്ക് വേണ്ടി ഇത്രയും കാലം ജീവിച്ചത്. പക്ഷേങ്കിലോ മോൾ അവളെ തിരിച്ചറിയോ ഒന്നും ചെയ്തിട്ടില്ല. എപ്പോഴും കണ്ടാലും കുറ്റപ്പെടുത്തുക മാത്രമല്ലേ ചെയ്തേ. സ്വന്തമായിട്ടൊരു ജീവിതമില്ല. ഒരു ജീവിതം ഉണ്ടായിരുന്ന രാഹുൽ എന്ന് പറയുന്ന ദുഷ്ടം നശിപ്പിച്ച് കളഞ്ഞില്ലേ. പാവം സംസാരശേഷി ഉണ്ടായിരുന്ന അങ്ങനെയെങ്കിലും വിചാരിക്കുക, അതുപോലും ഇല്ല. സ്വന്തം വിഷമങ്ങളും വേദനകളും ആരോടും അങ്ങനെ പറയാൻ പോലും പറ്റാത്തൊരവസ്ഥയിലല്ലേ എന്ന് പറയാം. കിരൺ പറഞ്ഞു, അച്ഛൻ സങ്കടപ്പെടാതിരിക്കുക, ആയിരിക്കും ഒന്നും സംഭവിക്കില്ലെന്ന് പറയാണ്. ഇത് കേട്ട ചന്ദ്രസേന പറഞ്ഞു, ആരാണെങ്കിലും താരോട് ഈ ചതി ചെയ്തേ അവരെയൊന്നും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ആ രാഹുൽ ശാരിയാണെങ്കിൽ അവർ ഞാൻ അങ്ങോട്ട് തീർത്ത് കളയും. ഇത്രയും കാലം ഞാൻ ക്ഷമിച്ചു തന്നു, പക്ഷെ ഇനി അത് ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. രാഹുലിനെ പല പട്ടും ഇല്ലാതാക്കാൻ ശ്രമിച്ച, പക്ഷെ അപ്പോഴൊക്കെ പോട്ടെ പോട്ടെ നിർത്തി ഞാൻ വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ താരയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറയാണ്. ഈ സമയത്ത് അകത്തോണ്ട് ഡോക്ടറും നഴ്സും കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നേ. ഡോക്ടറെ കണ്ട് ചന്ദ്രസേൻ്റെ ഓടിപ്പോയി ചോദിച്ചു, എങ്ങനെയുണ്ട് ഡോക്ടർ, താരയ്ക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ കുഴപ്പമില്ല, കണ്ണ് തുറന്നിട്ടുണ്ട്, പക്ഷെ വേറൊരു പ്രശ്നമുണ്ടെന്ന് പറയണം. എന്താ അത്? അവളുടെ ഓർമ്മശക്തി പോയെന്ന് പറയണം. ഇത് കേട്ടതും കിരണും സേനൊന്നും ഞെട്ടി. ഓർമ്മശക്തി പോയോ? അതെ, കാരണം തല പൊട്ടിയിട്ടില്ല. തല പൊട്ടി ബ്ലഡ് വരുന്ന കുഴപ്പമില്ലായിരുന്നു, പക്ഷെങ്കിൽ തലച്ചോറിനകത്ത് ബ്ലഡ് കോട്ടായിട്ടുണ്ട്. അപ്പൊ അതിൻ്റെതായ പ്രശ്നങ്ങൾ, അതുകൊണ്ടാണ് ഓർമ്മശക്തി പോയിരിക്കുന്നത്. ഇനിയിപ്പോൾ എത്ര കാലം ട്രീറ്റ്മെന്റ് തുടരാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലെന്ന് പറയാം. പെട്ടെന്ന് കിരൺ ചോദിച്ചു, ഡോക്ടറെ നമ്മൾ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടായാലോ? എവിടെ കൊണ്ടായാലും ഇതൊക്കെ തന്നെ ആയിരിക്കും ട്രീറ്റ്മെന്റ്. ബോധം വന്നാണെങ്കിലും ആൾക്കാരെ ഒന്നും തിരിച്ചറിയാനായിട്ട് പറ്റുന്നില്ല, കാരണം ഓർമ്മശക്തി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്ന് പറയാം. പിന്നീട് ചന്ദ്രസേനയും കിരണും കൂടെ താരേനെ കാണാനായിട്ട് അങ്ങോട്ട് കയറുവാണ്. ഐസിയിൽ കയറി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. കുറെ തവണ വിളിച്ചു,
പക്ഷെങ്കിൽ ഒരു ബോധമില്ലാത്ത പോലെ ഒരേ കിടപ്പ് തന്നെയാണ് കിടക്കണേ. സംസാരിക്കുന്നോ അല്ലെങ്കിൽ അത് നോക്കുക പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഈ കിടപ്പ് കണ്ട് കിരണം കൂടെ സഹിച്ചില്ല. എന്നാലും ഈ ചതി ചെയ്ത് ആരാണെങ്കിലും ഒരിക്കലും അവന്മാരൊന്നും ഗതി പിടിക്കില്ലെന്ന് പറയണം. പെട്ടെന്ന് ചന്ദ്രസേനൻ പറഞ്ഞു, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയണ്ട മോനെ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് പറയണം. അങ്ങനെ അവർ പുറത്തേക്ക് ഇറങ്ങി വന്നു. പിന്നീട് ചന്ദ്രസേനോട് കിരൺ പറഞ്ഞു, അതെ എനിക്ക് ഒരു സ്ഥലം വരെ പോകണ്ട അച്ഛാന്ന് പറയണം. എന്താ മോനെ? പിന്നീട് കല്യാണം വിളിച്ചിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയണം. ആ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ അത് ലേലത്തിൽ പിടിക്കുന്ന കാര്യമൊക്കെ. ശരി, എന്നാ മോൻ പോയിട്ട് വാ. അല്ല, കല്യാണ മോള് വിളിക്കാൻ മറ്റോ ചെയ്തായിരുന്നോ? രാവിലെ ഒന്ന് വിളിച്ചായിരുന്നു, പിന്നെ ഞാൻ വിളിച്ചില്ല എന്ന് പറയണം. ഈ സമയത്താണ് കല്യാണിന്റെ ഫോൺ കോൾ വരുന്നതേ. പറഞ്ഞ് നാവ് അങ്ങോട്ട് അകത്തേക്ക് ഇട്ടില്ല. അതെ കല്യാണ മോൾ വിളിക്കുമെന്ന് പറയണം, നീ കോൾ എടുക്കാൻ പറയണം. അങ്ങനെ കിരൺ കോൾ എടുത്തു. സംസാരിക്കണം. സംസാരിച്ചു കഴിഞ്ഞപ്പം തന്നെ കല്യാണിന്റെ പിന്നെ പറഞ്ഞ ഹോസ്പിറ്റലാണ്. താരാന്റിക്ക് ബോധം വീണു. പക്ഷേങ്കിൽ താരാന്റിയുടെ ഓർമ്മശക്തി പോയെന്ന് പറയണം. ഇത് കേട്ടതും കല്യാണി അവിടെ നിന്ന് പൊട്ടിക്കരയുവാ. ദേ നീ സങ്കടപ്പെടാൻ പറഞ്ഞല്ല, നിന്നോട് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. നീ ടെൻഷൻ അടിക്കാതെ അവിടെ ഇരിക്കാം. എത്രയും പെട്ടെന്ന് നിനക്ക് വരാനും പറ്റില്ലോ എന്ന് പറയാണ് എന്ന് പറഞ്ഞിട്ട് കിരൺ കോള് കട്ട് ചെയ്യുക. പിന്നീട് ചന്ദ്രസേനയുടെ യാത്ര പറഞ്ഞിട്ട് കിരൺ നേരെ കമ്പനി ആ എസ് ടി കമ്പനി ലേലത്തിൽ പിടിക്കാനായിട്ട് പോവാണ്. അപ്പൊ കിരണിന്റെ കൂടെ ഹരിയേട്ടനും കൂടെ ചെല്ലുന്നുണ്ട്. അങ്ങനെ അവരവിടെ ചെന്നിരുന്നു. അങ്ങനെ ലേലത്തുകയൊക്കെ പറയാൻ തുടങ്ങി, ഓരോ കവർ എടുത്തിട്ട്. അങ്ങനെ 2-3 പേരുടെ എല്ലാം വിളിച്ചപ്പോൾ ഒത്തിരി തുക കുറവായിരുന്നു. പിന്നീട് കിരണിന്റെ കമ്പനിയുടെ പേര് വിളിക്കുകയാണ്, ആർ എസ് കൺസ്ട്രക്ഷന് 3.5 കോടി രൂപയ്ക്ക്. അപ്പൊ അതിന് മോളി വേറെ ആരും വിളിച്ചിട്ടില്ലെന്നായിരുന്നു എല്ലാവരുടെയും വിചാരം. അങ്ങനെ എല്ലാം ഓക്കെ ആയി കഴിഞ്ഞപ്പോൾ ഒരു കവറും കൂടെ അവിടെ ഇരിക്കുന്നുണ്ട്. അതെടുത്ത് പൊട്ടിച്ചു നോക്കിയപ്പോൾ 4 കോടി രൂപയ്ക്ക് വിളിച്ചിരിക്കുന്നു ആ കമ്പനി. അത് പിടിച്ചിരിക്കുന്ന വേറെ ആരുമല്ല, കാർത്തിക ഫുഡ് പ്രൊഡക്ട്സാ. ആ ഒരു പേര് കേട്ടതും കിരണിന് മനസ്സിലായി, മനഃപൂർവ്വം കാർത്തിക ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് തന്നെയും കല്യാണിയെ തച്ചുടയ്ക്കാനായിട്ട്. ഈ സമയത്ത് കാർത്തികയും വിക്രമും കൂടെ അങ്ങോട്ട് വന്നു. കാർത്തികയെ കണ്ടതും പെട്ടെന്ന് ആ സ്റ്റാഫ് പറഞ്ഞു, അതെ 4 കോടി രൂപയ്ക്കുള്ള കമ്പനിയൊന്നും ഇല്ല, പക്ഷേങ്കിൽ നിങ്ങൾ അത്രയും വില കൂട്ടിയാ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുമായിട്ട് ഡീൽ ഉറപ്പിക്കുവാന്ന് പറയാണ്. അങ്ങനെ അവർക്ക് തന്നെ ആ കൺസ്ട്രക്ഷൻ കമ്പനി കിട്ടുവാണ്. ഈ സമയം കിരണിന്റെ മുഖം വല്ലാതെ, ഇനി ആർക്കെങ്കിലും കയറ്റി വിളിക്കാനുണ്ടോന്ന് ചോദിച്ചു. ആരും ഒന്നും മിണ്ടിയില്ല. കിരൺ ഹരിയേട്ടനോട് കുഞ്ഞുമ്പാ പോകാന്ന് പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും പെട്ടെന്ന് വിക്രമം കഴിഞ്ഞിട്ട് പറഞ്ഞു, എന്ത് പറ്റി കയറ്റി വിളിക്കാത്ത? കയറ്റി വിളിച്ച് കമ്പനി നേടിയെടുക്കാൻ എല്ലാവരും ചോദിക്കും. ഓ പണമില്ലായിരിക്കും അല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടതും കിരൺ അങ്ങോട്ട് ദേഷ്യം വന്നു. കേട്ട് അവന്റെ കോളറിനോട് കുത്തിപ്പിടിക്കുകയാണ്. നീ എന്താടാ പറഞ്ഞേ? എന്നെ അളക്കാൻ പാത്തത് നീ ആയിട്ടില്ലടാ മോനെന്ന് പറയണം. പെട്ടെന്ന് കാർത്തിക പറഞ്ഞു, അതെ അവനെ വിട്, അവൻ എന്റെ കൂടെ വന്നാന്ന് പറയണം. ഓഹോ, നിന്റെ കൂടെ വന്ന ഉടനെ ഇവന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ച നിനക്കങ്ങ് നോവുമല്ലേന്ന് ചോദിക്കണം. ഇതേ കിരണേ, വെറുതെ നീ പ്രശ്നം ഉണ്ടാക്കാൻ വരണ്ട. കമ്പനി കിട്ടിയില്ല എന്നുള്ള ആ ദേഷ്യം ഇവരോട് തീർക്കണമെന്ന് പറയണം. ഈ സമയം കിരൺ പറഞ്ഞു, നീ അനുഭവിക്കാൻ പോകുന്നവരടി, ഇവനെ എല്ലാം കൂടെ കൊണ്ടു നടക്കുന്നേ, ഉറപ്പായിട്ട് അനുഭവിക്കുമെന്ന് പറയാ. ഈ സമയം കാർത്തിക മനസ്സിൽ പറഞ്ഞു, അതെ ഈ കമ്പനി ഞാൻ ലേലത്തിൽ പിടിച്ച് നിനക്കുള്ളത് തന്നെയാണ്, പക്ഷെങ്കിൽ ഇപ്പൊ എനിക്ക് ഇതല്ലാതെ വേറെ ഗത്യന്തരമില്ല, അതുകൊണ്ടാന്ന് കാർത്തിക മനസ്സിൽ പറയാം. പിന്നീട് കാർത്തിക പറഞ്ഞു, അതെ എന്റെ കൂടെ വരുന്നവരെ ഇൻസൾട്ട് ചെയ്യാനുള്ള അധികാരം ഒന്നും കിരണില്ല, പറഞ്ഞു കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കിരണിന്റെ കൈ അങ്ങോട്ട് തട്ടി മാറ്റുവാണ് കാർത്തിക. പിന്നീട് വാ വിക്രം എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയോട് പോവാണ്. ഈ സമയം വിക്രം എന്ത് ചെയ്യണം? കാർത്തിക പറഞ്ഞു, 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് നേരെ കിരണിന്റെ അടുത്തേക്ക് വീണ്ടും ചെല്ലുക. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പണ്ടത്തെ പോലെ കളിക്കാൻ വന്നാണ്ടല്ലോ, ഞങ്ങളുടെ കൂടെ നല്ല സ്ട്രോങ് ആയിട്ട് സപ്പോർട്ടായിട്ട് ആൾക്കാരൊക്കെ ഉണ്ട്, അതുകൊണ്ട് എല്ലൊടിച്ചുകൂടെ ഞാനെന്ന് പറയാണ് കിരണിനോട്. കിരൺ പറഞ്ഞു, എന്നാ വാടാ, നീ എല്ലൊടിക്കാൻ ഇങ്ങോട്ട് വാടാ, അല്ല തന്നെ എന്റെ കൈ പെടുത്തിരിക്കുക, സമനില തെറ്റിയിരിക്കുക, എന്താ ചെയ്യുന്നത് പറയാൻ പോലും പറ്റാത്തൊരവസ്ഥയെ നിൽക്കുന്നേ, വെറുതെ തല്ലി മേടിച്ച് കൂട്ടനെ പോടാന്ന് പറയാണ്. ഈ സമയം വിക്രം പറഞ്ഞു, ഓ അത്രയ്ക്കൊക്കെ ആയോ? പണ്ടത്തെ വിക്രമൊന്നും അല്ല ഇപ്പം. അതേടാ എനിക്കറിയാം പണ്ടത്തെ വിക്രം അല്ലെന്ന്, ഇച്ചിരി പണക്കൊഴുപ്പ് കൂടിയിട്ടുണ്ട്, അത് മറ്റുള്ളവരുടെ സ്വത്ത് കണ്ടല്ലേ. നീ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചോ, ഇവള് തന്നെയായിരിക്കും നിന്നെ ഇവിടുന്ന് ചവിട്ടി പുറത്താകാൻ പോന്നെ, അധികം വൈകാതെ ഞാൻ സംഭവിക്കുമെന്ന് പറയാണ്. ഇത് കേട്ടതും വിക്രം പറഞ്ഞു, ആയിക്കോട്ടെ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം, കൂടുതൽ പഠിപ്പിക്കാൻ വരണമെന്ന് പറയാ. പിന്നീട് വിക്രമും ഹരിയേട്ടനും കൂടെ അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഈ സമയം കാർത്തിക അങ്ങോട്ട് വന്നു. എന്ത് പറ്റി? അവൻ എന്നെ വെല്ലുവിളിച്ചിരിക്കുന്നു, അവൻ്റെ കൊടുക്കുന്നുണ്ട്, ഞാൻ ഇരുട്ടടി കൊടുക്കുമെന്ന് പറയാം. ഇത് കേട്ടതും കാർത്തിക മനസ്സിൽ പറഞ്ഞു, ഇരുട്ടടി ഈ കമ്പനി അവനും അവൾക്കുള്ളതാടാ, നിനക്ക് ഒരിക്കലും ഇത് കിട്ടാൻ പോകുന്നില്ല. ഈ കാർത്തികയോടാ നിന്റെ അച്ഛൻ്റെ കളിയെന്ന് കാർത്തിക മനസ്സിൽ പറയാ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.